ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ധൈര്യസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ട് തന്നെ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോ കണ്ടിട്ട് വരാം. ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാട്ടോ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ റംസാനൊക്കെ ആണല്ലോ, അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ കൂടുതലൊക്കെ വാങ്ങിച്ചു വെക്കുന്നവരാണെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. ഒരിക്കലും വെളിച്ചെണ്ണയ്ക്ക് ഒരു ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു രീതിക്ക് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ വെളിച്ചെണ്ണ കൂടുതൽ ആട്ടിയ വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കുന്നവരുണ്ടാവുമല്ലോ, അപ്പോൾ ഇതേ രീതിയിൽ ചെയ്യട്ടോ. കുറച്ച് കുരുമുളക് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ വെളിച്ചെണ്ണയിലോട്ടേക്ക്. ഇനിയിപ്പോൾ കുരുമുളകിൽ നിങ്ങളുടെ കയ്യിൽ ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഞാനിപ്പോൾ കുരുമുളകാണ് കാണിക്കുന്നത്. ഈ ഒരു കുരുമുളക് ഒരു 4-5 എണ്ണം ഇതേ രീതിയിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ഒരിക്കലും നമ്മൾ ആ ഒരു വെളിച്ചെണ്ണ എത്ര കാലം കഴിഞ്ഞാലും വെളിച്ചെണ്ണയ്ക്ക് ആ ഒരു കാറൽ ടേസ്റ്റോ അതല്ല എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ നല്ല വെളിച്ചെണ്ണയായി നമുക്ക് എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല വെളിച്ചെണ്ണയായിരിക്കും കേട്ടോ. ഒരിക്കലും വെളിച്ചെണ്ണയ്ക്ക് ആ ഒരു കാറൽ ടേസ്റ്റൊന്നും വന്നു പോകാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കുക. കുരുമുളകില്ലെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പിനായിട്ട് ഞാനൊരു തേങ്ങാമുറിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ തേങ്ങയൊക്കെ കട്ട് ചെയ്തിട്ട് ഒരു പകുതി മുറി മാത്രം നമുക്ക് ആവശ്യമായി വരുള്ളല്ലോ. അപ്പോൾ പകുതി നമ്മൾ ഫ്രിഡ്ജിലോട്ടേക്ക് വെക്കും. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ വെച്ച് കൊടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു തേങ്ങാമുറിയിലെ വെള്ളമെല്ലാം തുടച്ചു മാറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. വളരെ കുറച്ച് മാത്രം മതി കേട്ടോ. വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം നമുക്ക് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതേപോലെ ഒന്ന് കമിഴ്ത്തി വെച്ച് കൊടുക്കുക ഈ ഒരു തേങ്ങാമുറി കേട്ടോ. ഇങ്ങനെ കമിഴ്ത്തി വെക്കുന്ന സമയത്ത് ഈ ഒരു തേങ്ങാമുറി നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും. ചില സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്ന തേങ്ങാമുറി ആയാലും നല്ല ഹാർഡായി പോവും, നമുക്ക് ചിരവി എടുക്കാനൊക്കെ പ്രയാസമായിരിക്കും നല്ല തണുപ്പുള്ളത് കാരണം. അപ്പോൾ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കട്ടോ. വേഗത്തിൽ തന്നെ നമുക്ക് തേങ്ങ ചിരവാൻ പറ്റും ചെയ്യും, നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനും പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുതേ. വെളിച്ചെണ്ണ ഇങ്ങനെ തേച്ച് കൊടുത്തതിന് ശേഷം ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഇതേപോലെ കമഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോൾ എടുക്കുന്ന സമയത്തും ആ ഒരു തേങ്ങ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുതേ. പ്രത്യേകിച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്ന തേങ്ങ ഹാർഡായി പോവും, ചിരവി എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ 2 ദിവസം കഴിഞ്ഞാൽ ആ ഒരു സൈഡിൽ ആ തുമ്പ് ഭാഗമൊക്കെ ഒരു മഞ്ഞ കളറായി മാറും. അപ്പോൾ അതൊന്നും ഉണ്ടാവില്ല ഇതേ രീതിയിൽ വെക്കുന്ന സമയത്ത് കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കുറച്ച് വെളുത്തുള്ളി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ റംസാനൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളിയൊക്കെ തോലൊക്കെ കളഞ്ഞ് ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ വേഗത്തിൽ തന്നെ നമ്മുടെ ജോലികളൊക്കെ എളുപ്പമാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇതേ രീതിയിൽ പെട്ടെന്ന് തന്നെ തോല് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഈ വെളുത്തുള്ളി അല്ലികൾ ഇതേപോലെ ആദ്യം തന്നെ ഇങ്ങനെ അടർത്തി മാറ്റാം കേട്ടോ. ഇങ്ങനെ അടർത്തി മാറ്റിയതിന് ശേഷം ഓരോ അല്ലികൾ ഇതേപോലെ എടുത്തിട്ട് അതിൻ്റെ ആ ഒരു തലയും വാലും ഇതേപോലെ ഒന്ന് വെട്ടി മാറ്റാം. എന്നിട്ട് സെൻറ്റർ ഭാഗം ഇതേപോലെ ഒരു വരയിട്ട് കൊടുക്കുക കേട്ടോ. വരയിട്ട് കൊടുത്തതിന് ശേഷം നമ്മളെ ഈ ഒരു നഖം വെച്ചിട്ട് ഇതേപോലെ ഒന്ന് പൊളിച്ചെടുക്കുന്ന സമയത്ത് അത് നല്ല രീതിയിൽ തന്നെ നമുക്ക് മുഴുവനായിട്ടും വേഗത്തിൽ പൊളിച്ചെടുക്കാനായിട്ട് പറ്റും. തോല് ആ ഒരു ഉള്ളിൻ്റെ മുകളിൽ പറ്റി പിടിക്കുകയെ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വേഗത്തിൽ നമ്മൾ തോലിങ്ങനെ അടർത്തി മാറ്റാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു നിങ്ങൾ പരീക്ഷിച്ച് നോക്കാൻ മറക്കരുത്. വേഗത്തിൽ തന്നെ നമ്മുടെ വെളുത്തുള്ളിൻ്റെ തോല് കളഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ടിപ്പ് തന്നെയാട്ടത്. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാൻ മറക്കരുത്. ആദ്യം തലയും വാലും കട്ട് ചെയ്യുക, എന്നിട്ട് നടുക്ക് ഇതേപോലെ ഒരു വരയിട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സെൻറ്റർ ഭാഗം ഇതേപോലെ ഒന്ന് പിടിച്ച് വലിച്ചു കൊടുത്താൽ മതി. വേഗത്തിൽ നമുക്കതിൻ്റെ ആ ഒരു തോല് മുഴുവനായിട്ടും ഇതേപോലെ വീഡിയോയിൽ കാണുന്നത് പോലെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. ഇനി ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നമ്മൾ വലിയവരായാലും അതേപോലെ കുട്ടികളായാലും എല്ലാം പാൻറ്റും ട്രൗസറൊക്കെ ഇടുന്നവരാണല്ലോ.
അപ്പോൾ നമ്മൾ നല്ല വില കൂടിയ പുതിയ പാൻറ്റൊക്കെ ആകുമ്പം ഈ ഒരു അരഭാഗം ടൈറ്റായി പോകുമല്ലോ, വേഗം തന്നെ അരഭാഗം ടൈറ്റായി പോകും. പ്രത്യേകിച്ച് കുട്ടികളെ പാൻറ്റൊക്കെ ആകുമ്പം അവരിങ്ങനെ വളരുന്നതിനനുസരിച്ച് അരഭാഗം ഇങ്ങനെ ടൈറ്റായി പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു പുതിയ പാൻറ്റും അതേപോലെ വില കൂടിയ പാൻറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള പാൻറ്റൊക്കെ ആകുമ്പോൾ നമുക്ക് ഒഴിവാക്കാനൊക്കെ കുറച്ച് പ്രയാസമായിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആ ഒരു പാൻറ്റ് വീണ്ടും നമുക്ക് ഇടാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു കിടലൻ ടിപ്പാണിത്. ഈ ഒരു പാൻറ്റിൻ്റെ ഈ ഒരു എന്താ പറയുക, നമ്മൾ ബട്ടൺസ് ഇട്ട് കൊടുക്കുന്ന ഈ ഒരു ഹോളിൽ കൂടെ ഒരു ബണ്ണ് ഇതേപോലെ ഒന്ന് കെട്ടി കൊടുക്കട്ടോ. നമ്മൾ മുടിക്കിടുന്ന ബണ്ണൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ കറുപ്പ് ബണ്ണാകുമ്പം ഒന്നുകൂടെ ഭംഗിയായിരിക്കും. ഞാനിപ്പോൾ ഒരു യെല്ലോ കളർ ബണ്ണാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്ലാക്ക് കളർ ബണ്ണാകുമ്പം നമുക്ക് ബ്ലാക്ക് ജീൻസൊക്കെ ആകുമ്പം അറിയേ ഇല്ല, നല്ല രീതിയിൽ തന്നെ നിന്നോളൂ കേട്ടോ. ഇതേപോലെ ഒന്ന് കെട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ് ഇടുന്ന സമയത്ത് ഈ ഒരു ബണ്ണിൻ്റെ ഈ ഒരു അറ്റഭാഗം ഇതേപോലെ ഈ ഒരു ബട്ടൺസിൽ ഇങ്ങനെ കുടുക്കി കൊടുക്കാം. അപ്പോൾ ഇത്രയും നമുക്ക് ലെങ്ത്ത് ഇവിടെ കിട്ടിയിട്ടുണ്ട്, അരഭാഗം കേട്ടോ. ഇത്രയും ലെങ്ത്ത് നമുക്ക് അരഭാഗം കിട്ടിയിട്ടുണ്ട്. അപ്പം അര ടൈറ്റായിട്ടുള്ള പാൻറ്റൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് നിങ്ങൾ എന്തായാലും ഉപയോഗിച്ച് നോക്കാൻ മറക്കരുത്. വേഗത്തിൽ തന്നെ നമുക്ക് പാൻറ് ഇടാൻ പറ്റും ചെയ്യും, അര ടൈറ്റായി പോവില്ല. ഇത്രയും ഭാഗം നമുക്ക് നല്ല ഫ്രീ ആയിട്ട് ലൂസായിട്ട് ടൈറ്റൊന്നും ഇല്ലാതെ നല്ല ഫ്രീ ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റും ചെയ്യും. അപ്പം കുട്ടികളെ പാൻറ്റൊക്കെ ആകുമ്പോഴാണ് വേഗത്തിൽ തന്നെ അരയൊക്കെ ടൈറ്റായി പോവുക. അവരിങ്ങനെ വളരുന്നതിനനുസരിച്ച് അരയും ടൈറ്റായി പോവും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കാം. മുടിക്കിടുന്ന ബണ്ണൊക്കെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലുണ്ടാവുമല്ലോ. കറുപ്പ് ബണ്ണാണെങ്കിൽ കറുപ്പ് പാൻറ്റിനൊക്കെ ഒന്നും കൂടെ ഭംഗിയായിരിക്കും. ഇനിയിപ്പോൾ കളറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മളിങ്ങനെ ഷർട്ട് താത്തി ഇടുന്ന സമയത്ത് ഈ ഒരു അരഭാഗം കാണുമൊന്നുമില്ലല്ലോ. നല്ല രീതിയിൽ നമുക്ക് സേഫായിട്ട് ഇടാനായിട്ട് പറ്റും ചെയ്യും. അപ്പോൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ ഈ ഒരു പാൻറ്റിൻ്റെ സിബൊക്കെ എന്തായാലും ഭയങ്കര ടൈറ്റായി പോകും. നമ്മളിങ്ങനെ വലിക്കുന്നു തുറക്കുന്നതൊക്കെ ആ ഒരു സമയത്ത് ഈ ഒരു പാൻറ്റിൻ്റെ സിബ് ടൈറ്റായി പോകും. പ്രത്യേകിച്ച് ജീൻസിൻ്റെ സിബൊക്കെ ആകുമ്പോൾ വേഗത്തിൽ തന്നെ അത് കേടായി പോകും. അപ്പോൾ നമുക്ക് ഈ ഒരു സിബ് നല്ല സ്മൂത്തായിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒരു പീസ് സോപ്പ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. ഈ ഒരു സിബിൻ്റെ അടുത്ത് മുകളിലൊക്കെ ഒന്ന് ഉരച്ചു കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു സിബ് ഇങ്ങനെ 2-3 പ്രാവശ്യം ഇങ്ങനെ പൂട്ടി തുറന്ന് നോക്കുക. അപ്പോൾ വേഗത്തിൽ തന്നെ ആ ഒരു എത്ര ആയിട്ടുള്ള സിബാണെങ്കിലും നല്ല സ്മൂത്ത് ആവാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുന്ന സമയത്ത് കേട്ടോ. ഇനിയിപ്പോൾ സോപ്പ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് വാസലിനും തേച്ച് കൊടുത്താലും മതി കേട്ടോ. ഈ ഒരു സിബിൻ്റെ മുകളിലൊക്കെ ഞാനിപ്പോൾ ഇവിടെ സോപ്പാണ് കാണിക്കുന്നത്. സോപ്പ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ വാസലിൻ തേച്ച് കൊടുത്താലും മതി. എന്നാലും നമ്മൾ ഈ ഒരു സിബ് നല്ല സ്മൂത്തായി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എത്ര ഹാർഡായിട്ടുള്ള സിബാണെങ്കിലും നല്ല സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ട് ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഒന്നുകിൽ സോപ്പ് തേച്ച് കൊടുക്കാം, അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വാസലിൻ ഇതേപോലെ ആക്കി കൊടുത്താലും മതി കേട്ടോ. വേഗത്തിൽ തന്നെ എത്ര ടൈറ്റ് ചെയ്തിട്ടുള്ള സിബാണെങ്കിലും വേഗത്തിൽ നമുക്ക് സ്മൂത്തായി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പാൻറ്റിൻ്റെ മാത്രമല്ല കേട്ടോ, നമ്മുടെ ബാഗിൻ്റെ ആയാലും പേഴ്സിൻ്റെ ആയാലും എല്ലാം സിബിന് ടൈറ്റ് ചെയ്ത് വന്നാൽ ഇതേപോലെ വെച്ച് തേച്ച് കൊടുത്താൽ മതി. വേഗത്തിൽ തന്നെ സ്മൂത്തായി കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാനൊരു ഹാൻഡ് വാഷിൻ്റെ ബോട്ടിലാട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹാൻഡ് വാഷ് നമ്മളിങ്ങനെ കയ്യിലേക്ക് ഞെക്കി പിടിച്ചിട്ട് ഉറ്റിക്കുന്ന സമയത്ത് വേഗത്തിൽ തന്നെ കുറേ ഏറെയൊക്കെ വന്നു പോകും. അപ്പോൾ പ്രത്യേകിച്ച് ചെറിയ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അവരിങ്ങനെ കൈ കഴുകുന്ന സമയത്ത് ഒരുപാടൊക്കെ അവരെ കയ്യിലേക്ക് ഇങ്ങനെ ഉറ്റി വീണു പോകും. അപ്പോൾ നമ്മൾ ഒരുപാട് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഹാൻഡ് വാഷിൻ്റെ നെക്ക് ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഇട്ട് കൊടുക്കട്ടോ. ഒരു റബ്ബർ ബാൻഡ് ഇതേപോലെ ഈ ഒരു നെക്ക് ഭാഗത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഹാൻഡ് വാഷ് എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഞെക്കുന്ന ഭാഗത്ത് ഒരിക്കലും അത് ഓവറായിട്ട് വരാൻ ചാൻസ് ഇല്ല. നമുക്ക് ആവശ്യമുള്ള ഹാൻഡ് വാഷ് അതൊന്ന് ഉറ്റി വീഴാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ഒരു റബ്ബർ ഇട്ടിട്ട് ടൈറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു റബ്ബർ ബാൻഡും കൂടെ ഇട്ട് കൊടുക്കുക കേട്ടോ. ഈ ഒരു നെക്ക് ഭാഗത്ത് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കണേ. ഇതേപോലെ ഇടുന്ന സമയത്ത് ഇനി നമ്മൾ കുട്ടികളൊക്കെ എടുത്ത് ഹാൻഡ് വാഷ് ഉപയോഗിച്ചാലും കുറേയേറെ ഹാൻഡ് വാഷൊന്നും നമുക്ക് പാഴായി പോവില്ല കേട്ടോ. ആവശ്യത്തിന് മാത്രം ഹാൻഡ് വാഷ് ചെറിയ രീതിയിൽ ഡ്രോപ്സ് ആയിട്ടേ വരാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഹാൻഡ് വാഷൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് കൈ കഴുകി ഇങ്ങനെ കളിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നമ്മൾ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉള്ള സാഹചര്യത്തിൽ ഇതേ രീതിയിൽ നമ്മൾ ചെയ്തെടുക്കുക. ഒരിക്കലും മറന്നു പോകരുത്. ഹാൻഡ് വാഷ് പെട്ടെന്ന് തീർന്നു പോവില്ല, കുറേ കാലം നമുക്ക് കിട്ടാനായിട്ട് പറ്റും ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഇതും കൂടെ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് റംസാനാണല്ലോ വരുന്നത്. അപ്പോൾ നമുക്ക് റംസാനിൽ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുമല്ലോ, അത്താഴ സമയത്തൊക്കെ അച്ചാർ കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് ചോറിനൊക്കെ. അപ്പോൾ നമ്മൾ അച്ചാറൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് ചില സമയത്ത് അച്ചാറിന് ഒരു പഴകിയ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു പഴകിയ ടേസ്റ്റിൽ നിന്നും നല്ല പുതിയ ടേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ കുറച്ച് കടുക് എടുക്കുക കേട്ടോ.
കടുക് എടുത്തിട്ട് ഒന്ന് വറുത്ത് പൊടിക്കുക. വറുത്ത് പൊടിച്ചിട്ട് ഈ ഒരു അച്ചാറിൽ ചേർത്ത് നോക്കൂ. നല്ല രീതിയിൽ തന്നെ, എത്ര പഴകിയ അച്ചാർ, നല്ല രീതിയിൽ തന്നെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്ക് നിങ്ങൾ ചെയ്ത് നോക്കാൻ മറക്കരുത്. എത്ര പഴകിയ അച്ചാറായാലും ഒരു പുതുമയോടെ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കടുക് വറുത്ത് പൊടിച്ചിട്ട് ചേർത്തിട്ട് നല്ലോണം ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. വേഗത്തിൽ നമ്മളെ അച്ചാർ പുതിയതുപോലെ തന്നെ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു രീതിക്കും നിങ്ങൾ ചെയ്ത് നോക്കാം. നമുക്ക് ഇന്നത്തെ അടുത്ത ടിപ്പ് എന്താ നോക്കാം. അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മളെല്ലാവരും ഫോൺ ചാർജറൊക്കെ ഉപയോഗിക്കുന്നവരാണല്ലോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ കുറച്ച് പ്രായമുള്ളവരൊക്കെ ഉണ്ടാകുമ്പം നമുക്കിങ്ങനെ ഫോണിൽ ഇങ്ങനെ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ പിന്നിങ്ങനെ കുത്തി കൊടുക്കുന്ന സമയത്ത് ഏത് ഭാഗമാണ് കുത്തുന്നത് എന്ന് അറിയാത്തവരൊക്കെ ഉണ്ടാവും. കുറച്ച് പ്രായമുള്ളവരൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കണ്ടെടുക്കാനൊക്കെ പ്രയാസമായിരിക്കും. ഏത് ഭാഗമാണ് ഈ ഒരു പിന്നിൻ്റെ ഏത് ഭാഗമാണ് കുത്തുന്നതെന്ന് അറിയാത്തവരൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് ആ ഒരു പിന്ന് ഭാഗം പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുത്തുന്ന ഭാഗത്ത്, ഈ ഒരു ആരോ മാർക്കുള്ള ഭാഗത്ത് ഇതേപോലെ ചെറിയൊരു പൊട്ടിങ്ങനെ ഇതേപോലെ ഒന്ന് കുത്തി കൊടുക്കട്ടോ. ഇനിയിപ്പോൾ പൊട്ടൊന്നും നിങ്ങളുടെ കയ്യിലില്ല എന്നുണ്ടെങ്കിൽ ഒരു മാർക്കർ വെച്ചിട്ട് ഇതേപോലെ ഒന്നൊരു അടയാളം ഇട്ട് കൊടുത്താലും മതി. എന്നാൽ നമുക്ക് വേഗത്തിൽ തന്നെ ഫോണിലേക്ക് ആ ഒരു പിന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. പ്രായമുള്ളവരൊക്കെ ആകുമ്പോൾ കാഴ്ച മങ്ങിയവരൊക്കെ ഉണ്ടാവുമല്ലോ വീട്ടിൽ, അങ്ങനത്തെവർക്കൊക്കെ ഇത് ഇങ്ങനെ കുത്തിയെടുക്കാനൊക്കെ ഒരുപാട് പ്രയാസമായിരിക്കും. ഏത് ഭാഗമാണ് കുത്തേണ്ടത് എന്നുള്ളത് അറിയാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനത്തെവർക്കൊക്കെ ഈ ഒരു ടിപ്പ് യൂസ്ഫുൾ ആയിട്ട് തോന്നും കേട്ടോ. ചെറിയൊരു പൊട്ടുത്തി കൊടുക്കുക. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ മാർക്കറൊക്കെ ഉണ്ടെങ്കിൽ ചെറിയൊരു കുത്ത്, എന്തെങ്കിലും ഒരു അടയാളം ഇട്ടുകൊടുത്താൽ മതി. വേഗത്തിൽ തന്നെ അവർക്കത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഏത് ഭാഗമാണ് വേണ്ടത് എന്നുള്ളത് വേഗത്തിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റിയിട്ടുള്ള നല്ലൊരു കിടിലൻ ഐഡിയ തന്നെയാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ഇതും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത്, നമ്മുടെ വീട്ടിൽ ഇപ്പം എല്ലാവരുടെ വീട്ടിലും ഒരുപാട് സ്വിച്ച് ഉണ്ടാവുമല്ലോ. റൂമിലായാലും ഡൈനിങ് ഹാളിലായാലും കിച്ചണിലായാലും ഒക്കെ നമ്മൾ ഒരുപാട് സ്വിച്ച് ഉണ്ടാവും. ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, കുറേ ലോങ് ആയിട്ടുണ്ടാവുമല്ലോ സ്വിച്ചുകളൊക്കെ. അപ്പോൾ ഒരു ലൈറ്റ് ഒരു ഫാനൊക്കെ ആണെങ്കിൽ 2 സ്വിച്ച് മതി. ഇനിയിപ്പോൾ അതല്ല 2 എന്നല്ല, ഒരുപാടുണ്ടാവും സ്വിച്ചുകൾ. അപ്പോൾ നമുക്ക് എന്നും ഉപയോഗിക്കുന്ന ആ ഒരു 2 സ്വിച്ചുകൾ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്വിച്ചിൻ്റെ മുകളിൽ ഇതേപോലെ ചെറുതായിട്ടൊരു പൊട്ട് കുത്തി കൊടുക്കട്ടോ. ഇനിയിപ്പോൾ പൊട്ടല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു സ്റ്റിക്കർ ആയാലും മതി, ഇതേപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ വേഗത്തിൽ തന്നെ ആ ഒരു സ്വിച്ച് കണ്ടുപിടിക്കാനൊക്കെ എളുപ്പമായിരിക്കും ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്ന സമയത്ത്. പിന്നെ അവിടെ സ്ക്രാച്ച് വീണ് പോവുകയെ അതല്ല പറ്റി പിടിക്കുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമുക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ പറിച്ചെടുത്താലും മതി കേട്ടോ. പെയിൻറ്റ് പോവുക അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ആ ഒരു നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ആ ഒരു 2 സ്വിച്ചിൻ്റെ മുകളിൽ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ചെറിയൊരു പൊട്ടോ അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു സ്റ്റിക്കറോ അവർക്ക് വേഗത്തിൽ തന്നെ മനസ്സിലായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ വേഗം സ്വിച്ച് ഇടുന്ന സമയത്ത് ഇങ്ങനെ ഒരുപാട് സ്വിച്ച് ഇട്ട് കളിക്കേണ്ട, വേഗത്തിൽ തന്നെ ആ ഒരു സ്വിച്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്തെടുക്കാൻ മറക്കരുത്. അപ്പോൾ ദാരിയാസ് കിച്ചണിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും വേഗത്തിൽ തന്നെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ടിപ്സുകളാണ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിപ്സുകളൊക്കെ യൂസ്ഫുൾ ആവും, ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ അടുത്ത പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു.